നമ്മളിനി പോകുന്നത് ഇടുക്കിയിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല, അതിർത്തിയും കടന്ന് എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേരുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. പരമ്പരാഗതമായി UDF-നോടാണ് ചായ്വ്. നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നുള്ള മേൽക്കൈ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല എന്നത് ചരിത്രം. ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും ഈഴവ ഭൂരിപക്ഷമുള്ളതിനാൽ BDJS-നാണ് ഇത്തവണയും സീറ്റ് നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ 3 പേരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വനിതാ സ്ഥാനാർത്ഥിയും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് സിറ്റിംഗ് MP കോൺഗ്രസിന് വേണ്ടി വീണ്ടും ഇറങ്ങുന്നു. ജോയ്സ് ജോർജ് ആണ് CPIM-ന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. സംഗീത വിശ്വനാഥ് BDJS സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. ഇക്കുറി വോട്ടിനെ സ്വാധീനിക്കുന്ന ഇടുക്കിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ക്വിക്ക് അപ്ഡേറ്റ്. ഇടുക്കിയിൽ വോട്ട് വിഷയം വന്യജീവി സംഘർഷം വിഷയമാണ്. അതോടൊപ്പം തന്നെ അതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ അതും ഇക്കുറി ഇടുക്കിക്കാരുടെ വോട്ടിനെ സ്വാധീനിക്കും. ഭൂവിഷയങ്ങൾ, അതിൽ തർക്കങ്ങൾ നീളുകയാണ്. പരിഹാരം, നിയമ ഭേദഗതി അത് കൊണ്ടുവരുമോ എന്ന ചോദ്യവും ഇക്കുറി അവിടുത്തെ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. കാർഷിക മേഖലയുള്ള മണ്ഡലമാണ്, അതുകൊണ്ട് തന്നെ ഓരോ വിളയുടെയും വിലത്തകർച്ചയും അവിടെ ഒരു വോട്ട് വിഷയമാണ്. കോടികൾ വകയിരുത്തിയ ഇടുക്കി പാക്കേജ് എന്തായി, അത് ചോദിക്കുന്നുണ്ട് അവിടുത്തെ വോട്ടർമാർ. ഒപ്പം ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇടുക്കിക്ക്, അതെല്ലാം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോ എന്ന ചോദ്യവും വോട്ടർമാർ അവിടെ വോട്ട് വിഷയമായി ഉന്നയിക്കുന്നു. നമുക്ക് ഇടുക്കിക്കാരനിലേക്ക് പോകാം. സന്ദീപ് രാജാക്കാട് തയ്യാറാണ്. സന്ദീപ് രാജാക്കാട്, ഇടുക്കിയിൽ പഴയ എതിരാളികൾ വീണ്ടും കൊമ്പുകോർക്കുകയാണ്, ഒപ്പം ഒരു വനിതാ സ്ഥാനാർത്ഥിയും. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയുണ്ട് സന്ദീപ്? തീർച്ചയായിട്ടും സുജയ പാർവതി, ഇടുക്കി ഇത്തവണ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇടുക്കിയിലുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, പട്ടയ വിഷയങ്ങൾ, വന്യജീവി ആക്രമണം തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ്. ഈ വിഷയങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇടത് വലത് NDA മുന്നണികൾ പ്രചാരണ രംഗത്തും സജീവമായി നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് UDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സീറ്റ് നിലനിർത്തുമ്പോൾ തന്നെ 1,71,053 വോട്ട് എന്നുള്ള ആ പഴയ ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൃഗീയമായ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് LDF-ന്റെ ഏറ്റവും പ്രധാനമായി ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. NDA-ക്കാണെങ്കിൽ വോട്ട് വിഹിതം കൂട്ടണം, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ലക്ഷ്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഏറ്റവും ആദ്യം ഇടുക്കിയിൽ പ്രചാരണത്തിനിറങ്ങിയത് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആണ്. ഒപ്പം തൊട്ടു പിന്നാലെ ഡീൻ കുര്യാക്കോസ് എത്തി. ഇവർ രണ്ടുപേരും ഈ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇടുക്കി ചോദിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പ് ഇതെല്ലാം നൽകി പോകുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഹൈറേഞ്ച് മേഖലയിൽ വോട്ട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നത് AIADMK, DMK അടക്കമുള്ള തമിഴ് സംഘടനകളുടെ സ്വാധീനമുള്ള മേഖലകളിലേക്ക് അവരുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റ് ഈഴവ വോട്ടുകളിലേക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ ഈഴവ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി സംഗീത വിശ്വനാഥൻ ഈ ശാഖായോഗങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുന്നു. ഇതിനൊപ്പം തന്നെ ഉയർന്നു വന്നിട്ടുള്ള കേരള സ്റ്റോറി വിഷയം, ഇടുക്കി രൂപതയുടെ നിലപാടൊക്കെ വലതുപക്ഷത്തിന് ഇല്ലെങ്കിൽ UDF-ന് അനുകൂലമാകുമെന്ന ഒരു വിലയിരുത്തലാണ് UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെയെല്ലാം മറികടന്ന് ഇത്തവണ ഈ ഇടുക്കി നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് LDF-ഉം പങ്കുവെക്കുന്നത്. എന്തായിരുന്നാലും ഇതിനപ്പുറത്ത് നിന്നുകൊണ്ട് കർഷക സംഘടനകൾ, ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് പോലുള്ള കർഷക സംഘടനകൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റ് ചെറിയ സംഘടനകൾ, ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിനോടൊപ്പം നിന്ന ചില സംഘടനകൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു. അത് ഇടതുപക്ഷത്തിനെതിരായിട്ട് നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലുള്ള നിലപാടുകൾ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതിർത്തി മേഖലകളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നത് വന്യജീവി ആക്രമണവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെയും ഒപ്പം തന്നെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തവണ ഇടുക്കിയിൽ ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഇല്ലെങ്കിൽ ഇടുക്കിയുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണുന്നത്. സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കിയിൽ ഇക്കുറി പോരാട്ടം കടുക്കും. അപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് പോകണ്ടേ? KYC ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബിരുദങ്ങൾ അനവധിയാണ്. ഡീൻ കുര്യാക്കോസിലേക്ക് ആദ്യം പോകാം. ഡീൻ കുര്യാക്കോസ്, നോക്കൂ, MA പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, LLB, BSc ഫിസിക്സ്, ഇത്രയുമാണ് ഡീൻ കുര്യാക്കോസിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ. ജോയ്സ് ജോർജിലേക്ക് പോയാൽ
ജോയ്സ് ജോർജ് MSW ബിരുദധാരിയാണ്. കേരള സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം MSW എടുത്തത്. ഒപ്പം ഗണിതശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. LLB ഉണ്ട്. അങ്ങനെ ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും വിദ്യാഭ്യാസ യോഗ്യത കഴിഞ്ഞ് നമ്മൾ ജോയ്സിൽ നിന്ന് പോകുന്നത് സംഗീത വിശ്വനാഥനിലേക്കാണ്. സംഗീത വിശ്വനാഥൻ LLM ബിരുദധാരിയാണ്. MG സർവകലാശാലയിൽ നിന്നാണ് LLM. ഈ 3 പേർക്കും ഉള്ള ഒരു പ്രത്യേകത, 3 പേരും നിയമത്തിൽ ബിരുദമുള്ള 2 പേർ, ഒരാൾക്ക് ബിരുദാനന്തര ബിരുദവുമുണ്ട്. അപ്പോൾ നിയമം അറിയുന്നവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇടുക്കിയിൽ നടക്കുന്നത് എന്ന് ചുരുക്കം.